ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ EVSലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള പവർ ഓഫ് ക്ലീൻനെസ് എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗവും ഇതിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ദ പവർ ഓഫ് ക്ലീൻനെസ് എന്താണ്? വൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർ തന്നെയാണല്ലോ, ഒരു ശക്തി തന്നെയാണ്. ഇവിടെ ഒരു ടീച്ചറും ഒരു ഡോക്ടറും കുറേ കുട്ടികളും നിൽക്കുന്നുണ്ട് അല്ലേ. ഡോക്ടർ പറയാണ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലീൻനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്, ഹാവൻറ്റ് യു? പ്ലീസ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. എന്താ പറയുന്നത്? നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് നമുക്ക് എന്ത് വേണം? ക്ലീൻനെസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ദ ഡോക്ടർ ഹാൻഡിൽ എ ക്ലാസ് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികൾക്ക് പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു ടീച്ചർ. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ പാർലമെൻറ്റ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദ ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്. അപ്പോൾ കുട്ടികൾ ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചു. ദ ഡോക്ടർ ക്ലിയർഡ് ഓൾ ദെയർ ഡൗട്ട്സ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? ഇവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുത്തു. ലെറ്റ് us read what Alan wrote in his notebook after participating in the class. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അലന് തൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? There are chances that our hands go dirty while we play or do other activities. നമ്മൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഹാൻഡ്സിൽ എന്ത് വരും? ഡേർട്ടിയൊക്കെ വരും അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് കുറേ നമുക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ജേംസ് വിൽ ബി ഡിസ്ട്രോയിഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. അപ്പോൾ നമ്മുടെ കൈകളുടെ ഒരു ജേംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൈകൾ സോപ്പിട്ട് കഴുകിയാൽ മതി. You just came from the school. Go and wash your hands and face with soap. അപ്പോൾ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറയാണ്, നീ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ നീ പോയിട്ട് എന്ത് ചെയ്യും? കൈയൊക്കെ വാഷ് ചെയ്ത് കൈയും മുഖമൊക്കെ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് വായോ എന്ന് പറയാണ്. Why does the teacher tell us to wash our hands with soap after using the toilet? എന്തിനാണ് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ കൈയൊക്കെ സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഒരു കുട്ടി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണ് അല്ലേ. കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ ജേംസ് ആവും അല്ലേ, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ഹാവ് യു സീൻ ദിസ് പിക്ചർ? ഓൺ വാട്ട് ഒക്കേഷൻ ഷുഡ് ബി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? അപ്പോൾ ഏതൊക്കെ സമയത്താണ് നമ്മളെ കൈ സോപ്പ് ഇട്ട് കഴുകേണ്ടത്? എപ്പോഴൊക്കെയാണ്? ബിഫോർ ഈറ്റിംഗ് ഫുഡ്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ. അതുപോലെ തന്നെ ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ആഫ്റ്റർ ട്രാവലിംഗ്. ആഫ്റ്റർ ബ്ലോയിങ് യുവർ നോസ്, കഫിങ് ഓർ സ്നീസിങ്, നമുക്ക് ചുമയോ തുമ്മലോ മൂക്ക് ചീറ്റലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൈ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. ആഫ്റ്റർ ടച്ചിങ് എനിമൽസ് ഓർ ദെയർ വേസ്റ്റ്, എനിമൽസിനെയോ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കഴുകണം. ആഫ്റ്റർ ഹാൻഡ്ലിങ് കെമിക്കൽസ് ഓർ കെമിക്കൽ പ്രൊഡക്ട്സ്, നമ്മൾ കെമിക്കൽ പ്രൊഡക്ട്സോ കെമിക്കലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ദെൻ ക്ലീൻ ഹാൻഡ്സ്, എപ്പോഴാണ് നമ്മുടെ കൈ ക്ലീൻ ആയിട്ട് മാറുന്നത്? ഫ്രണ്ട്സ് ആർ യു ഹാൻഡ്സ് ക്ലീൻ? നിങ്ങളുടെ കൈയൊക്കെ ക്ലീൻ ആണോ? ഷോൾ വി ചെക്ക്? ഒന്ന് ചെക്ക് ചെയ്താലോ? ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദ ടേബിൾ. മാത്രമല്ല ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ടേബിളിൽ കീപ്പ് ചെയ്ത് നോക്കുക. ദെൻ ടേക്ക് എൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ്. നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, അത് എന്തിനാണ്? നമ്മുടെ കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് ദ സ്റ്റുഡൻറ്റ് വാഷ് ദെയർ ഹാൻഡ്സ് ഇൻ ടു ദ ബക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ബക്കറ്റിലേക്ക് കൈ കഴുകുക. ആഫ്റ്റർ എവ്രി വൺ ഹാസ് വാഷ്ഡ്, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദ വൺ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൾറെഡി കെപ്റ്റ് ദർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ നമ്മൾ ഈ വാഷ് ചെയ്തിട്ടുള്ള ബക്കറ്റിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെക്കുക. കമ്പയർ ദ വാട്ടർ ഇൻ ബോത്ത് ഗ്ലാസസ്. ആ രണ്ട് ഗ്ലാസ്സിലെയും വെള്ളം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്? എന്താ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുക? നമ്മൾ കൈ കഴുകി ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം കുറച്ച് ഡേർട്ടി ആയിരിക്കും, അതിൻ്റെ കളർ മങ്ങിയതായിട്ട് നമുക്ക് തോന്നും. ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കൈ വാഷ് ചെയ്തിട്ടുള്ളത്? നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഹൗ ഷുഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ടു മേക്ക് ദം ക്ലീൻ? നിങ്ങളുടെ കൈ ക്ലീൻ ആക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഒബ്സർവ് ദ വേരിയസ് ചേഞ്ചസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഇലിസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത്.
ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ നിങ്ങൾ നോക്കൂ. വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. നിങ്ങളുടെ കൈ വെറ്റായിരിക്കും, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ സോപ്പ് അപ്ലൈ ചെയ്യുക. റബ്ബ് പാംസ് ടുഗെദർ ആൻഡ് ക്ലീൻ ദം. അതിനുശേഷം കൈവെള്ളകൾ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തിരുമ്പി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. തേർഡ് വൺ, ക്ലീൻ ബാക്ക് ഓൺ യുവർ ഹാൻഡ്സ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ഹാൻഡിൻ്റെ പിറകുവശവും വിരലുകൾക്കിടയിലും ഒക്കെ വൃത്തിയാക്കുക. ദെൻ റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ദ ക്ലീൻ ദം. അതിനുശേഷം നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് വേഴ്സ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്. അടുത്ത കൈ ഉപയോഗിച്ചുകൊണ്ട് വിരലുകളും കൈക്കുഴകളും മറുകൈയും ഒക്കെ നമ്മൾ നന്നായിട്ട് തിരുമ്പി നമ്മൾ റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. അതിനുശേഷം നമ്മൾ നല്ല വെള്ളം ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് കൈ കഴുകുക. അതിനുശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തുടക്കുക. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത്, കൈ വാഷ് ചെയ്യേണ്ടത്. വെറുതെ ചുമ്മാ പോയിട്ട് വെള്ളം തുറന്നിട്ട് കൈ വാഷ് ചെയ്യുക എന്നുള്ളതല്ല, ഇതേ രീതിയിൽ വേണം നിങ്ങൾ വാഷ് ചെയ്യാൻ. ഇവിടെ കുട്ടി പറയുന്നുണ്ട്, സീ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, ഐ ഹാവ് ഡ്രിംഡ് ആൻഡ് ക്ലീൻഡ് മൈ നെയിൽസ്. എന്താണ്, എൻ്റെ കൈകൾ നോക്ക് ഭയങ്കര ക്ലീൻ ആണല്ലേ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ നെയിൽസും ഒക്കെ ഡ്രിം ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. യു ഷുഡ് ഡ്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡ്. അപ്പോൾ നിങ്ങളുടെ കൈകൾ പൂർണ്ണമായിട്ട് വൃത്തിയുള്ളതാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെയിൽസും കൂടെ കട്ട് ചെയ്ത് വൃത്തിയാക്കണം. അതർവൈസ് ദ ഡേർട്ട് ദാറ്റ് പിൽഡ് അപ്പ് അണ്ടർ ദ നെയിൽസ് വിൽ റീച്ച് യുവർ സ്റ്റൊമക്ക് വിത്ത് ഫുഡ്. അല്ലാന്നുണ്ടെങ്കിൽ നഖത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡേർട്ടിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ നല്ലതാണോ? അല്ല, അതൊക്കെ ജേംസ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും നഖമൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെക്കണം. അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദ ഐഡിയാസ് ദാറ്റ് ദ ഡോക്ടർ ഗേവ് ഹിസ് ഫെലോ സ്റ്റുഡൻസ് ലെറ്റ് അസ് റീഡ്. അപ്പോൾ ഇവിടെ താഴെ ഡോക്ടർ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ. അപ്പോൾ അതുപോലെ അലന് കുറച്ച് കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്, ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്. നമ്മൾ ഒരിക്കലും വൃത്തിയില്ലാത്തതോ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ളതോ ആയ ഡ്രസ്സുകളൊന്നും ധരിക്കാൻ വേണ്ടി പാടില്ല. ജേംസ് വിൽ ഗ്രോ ഇൻ ദം. അതിലെന്ത് ചെയ്യും, ജേംസ് ഒക്കെ വളരും. യു വിൽ ക്യാച്ച് ഡിസീസ് ലൈക്ക് എ സ്കാപ്പീസ് ആൻഡ് റാഷ്. മാത്രമല്ല നമുക്ക് ഈ സ്കാപ്പീസ്, ചൊറിച്ചിൽ, ചുണങ്ങ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. നിങ്ങൾ രാവിലെ ഭക്ഷണത്തിൻ്റെ മുന്നും അതുപോലെ തന്നെ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും എന്ത് ചെയ്യണം, പല്ലുകളൊക്കെ വൃത്തിയാക്കണം. അതർവൈസ് ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ടീത്ത് എന്ത് ചെയ്യും, ഡാമേജ് ആയിട്ട് മാറും. ദെൻ why should we wear mask? Alan forgot to write the answer for this question. Can you help me? അപ്പോൾ എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത് എന്നുള്ളത് എഴുതാൻ അലൻ വിട്ടുപോയി. അപ്പോൾ എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? നമുക്കുള്ള ജലദോഷം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും മറ്റുള്ളവർക്കുള്ള രോഗം നമുക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത് ഡോണ്ട് യു? നിങ്ങൾക്കറിയില്ല എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പല്ല് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ രാവിലെയും രാത്രിയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ, പക്ഷേ കറക്റ്റ് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി? നമ്മുടെ ബ്രഷ് ചെയ്യുന്നത് കറക്റ്റ് പ്രോപ്പർ വേയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നോക്കൂ, ഹോൾഡ് ദ ബ്രഷ് സ്ലാൻഡഡ്. നമ്മൾ ബ്രഷ് എപ്പോഴും ചെരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനും. അതിനുശേഷം ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, നമ്മൾ മുന്നോട്ടും പിന്നോട്ടൊക്കെ ബ്രഷ് ചെയ്യുക. ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ദ ബോട്ടം ടു ടോപ്പ്. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴേക്കും, താഴെയുള്ള പല്ലുകൾ താഴെ നിന്നും മുകളിലേക്കും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ദെൻ ബ്രഷ് ദ സർഫേസ് ഓഫ് ദ ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ടു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്രോപ്പർലി. നമ്മൾ ചവക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പല്ലുകളുടെ പ്രതലല്ലേ, അതെന്ത് ചെയ്യണം, അങ്ങോട്ട് മുന്നോട്ടും പിന്നോട്ടും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ദെൻ ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ടീത്ത്. മാത്രമല്ല പല്ലുകളുടെ അകമൊക്കെ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ നാവും കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ബ്രഷ് ചെയ്യാൻ. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇതേപോലെ നാളെ മുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, മാത്രമല്ല പ്രസന്റ് ദ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്ലീനിങ് ടീത്ത് ഇൻ ദ ക്ലാസ്. ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണ്, നമുക്ക് പല്ല് മാത്രം ക്ലീൻ ആയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മുടെ കൈ മാത്രം ക്ലീൻ ആയാൽ മതിയോ? പോരാ, നമുക്ക് എവിടെ കൂടി ക്ലീൻ ആവണം, ക്ലീൻ ബോഡി, നമ്മുടെ ബോഡിയും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യണം. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് കുളിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ.
ക്യാൻ യു പ്രസൻറ്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ്? ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുന്നത് എന്ന ആക്ഷൻ കാണിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആക്ഷൻ കാണിച്ചു നോക്കുക എങ്ങനെയാണ് കുളിക്കുന്നത് എന്നുള്ളത്. വാട്ട് ഷുഡ് ബി കീപ്പ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്? നമ്മൾ കുളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ടേക്ക് എ ബാത്ത് ഡെയിലി, നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. സോപ്പ് ഉപയോഗിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ എന്തിടണം? സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുളിക്കുകയാണ് വേണ്ടത്. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. നമ്മൾ മലിനമായിട്ടുള്ള വെള്ളത്തിൽ, ഡേർട്ടി ആയിട്ടുള്ള വാട്ടറിൽ ഒരിക്കലും കുളിക്കരുത്. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. ശരീരം തോർത്തുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ടവൽ വേണം ഉപയോഗിക്കാൻ. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. നമ്മൾ മറ്റുള്ളവരുടെ ടവലൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ടവൽ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എങ്ങനെയൊക്കെ കൈ കഴുകണം, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ കുളിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തത് തന്നെയാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലേ? ഡിസ്നെട്രി, കോൾഡ്, സ്കാപ്പീസ്, റാഷസ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? വയറിളക്കങ്ങൾ, ജലദോഷം, ചൊറി, ചുണങ്ങ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങളാണ്. ദെൻ വി ക്യാൻ കീപ് മെനി ഡിസീസസ് അവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. നമ്മളൊരു ഹൈജീന് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. ദ ഡിസിഷൻ ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അപ്പം നിങ്ങളൊരു പേഴ്സണൽ ഹൈജീൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന 4 കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ ഡെയിലി കുളിക്കും, ഞാൻ ഡേർട്ടി ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കില്ല, അതുപോലെ നെയിൽസ് വീക്കിലി കട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ ക്ലീൻനെസ്. ഇനി നമ്മൾ മാത്രം ക്ലീൻ ആയാൽ മതിയോ? പോരാ, നമ്മുടെ ചുറ്റുപാട് നമുക്ക് ക്ലീൻ ആക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് അസുഖങ്ങളൊക്കെ ഇല്ലാതിരിക്കാനുള്ള ചാൻസ് കൂടുകയുള്ളൂ. സോ ലെറ്റ് us പ്ലേ എ സ്കിറ്റ്. ഇവിടെ സ്കിറ്റാണ് പറയുന്നത്. ആരൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്, ഇവയൊക്കെയാണ് വന്നിട്ടുള്ളത്. ദെൻ സീൻ 1, ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ മീറ്റ്. ഒന്നാമത്തെ സീനിൽ ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയുമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോസ്കിറ്റോ പറയാണ്, ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? മിസ്റ്റർ ഫ്ലൈ, നിനക്ക് എന്നെ അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയാണ്, ഓഫ് കോഴ്സ് ഐ നോ യു. തീർച്ചയായും എനിക്ക് നിന്നെ അറിയാം. Aren't you the brave one who drinks the blood of humans? Aren't you? I am happy to meet you, brother. You spread many diseases. അപ്പോൾ പറയാണ്, ചേട്ടനാണ് മനുഷ്യന്മാരുടെ ബ്ലഡൊക്കെ കുടിക്കുന്ന വീരനല്ലേ, ഒരുപാട് അസുഖങ്ങളൊക്കെ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയാണ്. മോസ്കിറ്റോ പറയാണ്, യെസ്, മെനി ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ ആൻഡ് എലിഫന്റൈസിസ് ആർ സ്പ്രെഡ് among humans because of me. It makes me very sad, but വാട്ട് ക്യാൻ ഐ ഡു? എന്താണ്? അതായത് ഞാൻ കാരണമാണ് മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ മന്ത് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ എനിക്കതിൽ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഹൗസ് ഫ്ലൈ, വേർ ഡു യു ലിവ് ബ്രദർ? നീ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോസ്കിറ്റോ പറയാണ്, ഇൻ ദി സിറ്റി ഇറ്റ്സെൽഫ്. ഞാൻ ഈ സിറ്റിയിൽ തന്നെയുണ്ട്. There is a house with a waste filled up near the sewage drain. There are places which are filled with dirty water. We lay eggs there, multiply and take over the place. അപ്പോൾ പറയാണ്, ഈ അഴുക്ക് ജലമുള്ളിടത്തും അവിടെ മാലിന്യമൊക്കെ കൂടിക്കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെയാണ്. ഞങ്ങൾ വേഗം എഗ്ഗ് ഇട്ടിട്ട് പെട്ട് പെരുകിയിട്ട് ഞങ്ങൾ ഒരുപാട് ആവാനുള്ള ചാൻസ് വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. സിമിലർലി വാട്ട് വുഡ് ബി ദ ഹൗസ് ഫ്ലൈ ആൻഡ് ദ റാറ്റ് ഹാവ് ടു സേ ടു ഈച്ച് അതർ? അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട എന്താണ്? ഈച്ചയും അതുപോലെ തന്നെ കൊതുകും തമ്മിലുള്ളതാണ് അല്ലേ? ഇതേപോലെ എലിയും കൊതുകും തമ്മിലുള്ള എന്തൊക്കെ പറയാനുണ്ടാവും? അവരും ഒരുപാട് രോഗങ്ങൾ തരുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ അവരും പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ മനുഷ്യർക്ക് ഒരുപാട് രോഗങ്ങൾ തരുന്ന ജീവികളാണ് ഇവയൊക്കെ. അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ഷുഡ് ബി ക്ലീൻ ഇഫ് യു വാണ്ട് ടു ലീവ് ഹെൽത്തി. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വീടും പരിസരവും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. എവിടെയാണോ ക്ലീൻ അല്ലാത്തത് അവിടെ എന്തൊക്കെ ഉണ്ടാവും? മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ്, ഇതൊക്കെ പെരുകുന്ന സ്ഥലങ്ങളാണ്. മെനി ഡിസീസസ് സ്പ്രെഡ് ഡ്യൂ ടു ദീസ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഈ ക്രിയേച്ചേഴ്സാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്.
Then next one, with the aim of preventing communicable diseases, dry day activities were conducted in all the wards under the leadership of the Grama Panchayats. Cleaning activities were carried out with a view to eliminating the disease carrying mosquitoes, as dengue fever was reported in some wards of the Panchayat. അപ്പോൾ പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തുകൾ എന്ത് ചെയ്യുന്നത്, ഡ്രൈ ഡേ ആചരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതെന്താണ്? ഹാവ് യു റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഇത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അല്ലേ. വാട്ട് ആർ ഡ്രൈ ഡേ ആക്ടിവിറ്റീസ്? ആക്ച്വലി എന്താണ് ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? റീഡ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. താഴെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്നുണ്ട്, എന്താണ് ഡ്രൈ ഡേ എന്നതിനെ കുറിച്ചിട്ട്. There are chances for abandoned containers, coconut shells, tires, bottles, bottle caps and toys in our surroundings to store water. അപ്പോൾ നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് എന്തുണ്ടായിരിക്കും? കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും, കോക്കനട്ട് ഷെല്ല്, ടയേഴ്സ്, ബോട്ടിൽ ക്യാപ്പ്, ടോയ്സ് എന്നിവയൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിലൊക്കെ എന്ത് ചെയ്യും? വെള്ളങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. മോസ്കിറ്റോസ് മേ ലൈ ദെയർ എഗ്സ് ഇൻ ദീസ്. അപ്പോൾ എന്ത് ചെയ്യും? കൊതുകുകൾ വന്നിട്ട് ഇതിലൊക്കെ ഇങ്ങനെ മുട്ടകളിടാൻ ചാൻസ് കൂടുതലാണ്. ദേ വിൽ ഹാച്ച് ആൻഡ് റീച്ച് ഫുൾ ഗ്രോത്ത് ഇൻ 8 days. അപ്പോൾ 8 ദിവസം വേണം ഇതിനെ മുട്ട വിരിഞ്ഞിട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. Therefore, in every 7 days, the water collected in such objects should be drained and the objects that can collect water should be removed. അപ്പോൾ എന്ത് ചെയ്യും? 7 ദിവസത്തിൽ ഒരിക്കൽ ഈ ഒരു ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാത്രങ്ങളിലൊക്കെ വെള്ളം നമ്മൾ മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളതൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? ഡ്രൈ ആയിട്ട് മാറും. ദിസ് ക്ലീനിങ് പ്രോസസ് ഈസ് കോൾഡ് ഡ്രൈ ഡേ. ഇതിനെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. ഇനി വാട്ടറിലൂടെ എന്തൊക്കെ രോഗങ്ങളാണ് നമുക്ക് പകരുന്നത്? ദർ ഈസ് ചാൻസ് ടു ക്യാച്ച് ഡിസീസസ് ത്രൂ ദ ഡേർട്ടി വാട്ടർ സ്റ്റോർഡ് ഇൻ അവർ സറൗണ്ടിങ്സ് ആൻഡ് ദ അൺക്ലീൻ വാട്ടർ ദാറ്റ് വി ഡ്രിങ്ക്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഡേർട്ടി ആയിട്ടുള്ള വാട്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ശുദ്ധജലമല്ലാത്ത കുടിവെള്ളത്തിലൂടെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡൈസെൻട്രി, ജാൻഡീസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. അപ്പോൾ ഇതൊക്കെ വാട്ടറിലൂടെ വരുന്ന രോഗങ്ങളാണ്. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രിവെന്റ് ദീസ് ഡിസീസസ്? അപ്പോൾ ഈ ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും? യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഡു നോട്ട് അലോ വേസ്റ്റ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. മലിനജലം കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. ഡു നോട്ട് ഡ്രിങ്ക് ഓപ്പൺ ഓർ സ്റ്റേൽ ബിവറേജസ്. നമ്മൾ തുറന്നു വെച്ചതോ പഴകിയതോ ആയിട്ടുള്ള പാനീയങ്ങളൊന്നും കുടിക്കാൻ വേണ്ടി പാടില്ല. എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ആർ ക്ലീൻ. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. എന്താണ്? നമ്മുടെ പാനീയമായിട്ടുള്ള ചികിത്സ തന്നെ നമുക്കുണ്ട്. ദ വാട്ടർ കണ്ടന്റ് ഇൻ അവർ ബോഡി ലോസ്റ്റ് വെൻ വി ഗെറ്റ് എ ഡയൻസ്ട്രി. നമുക്ക് വയറിളക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് പോകും അല്ലേ. സോ ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ ദ ബോഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ വീണ്ടും വാട്ടർ കണ്ടന്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യണം. പേഷ്യൻറ്റ് ക്യാൻ ഗിവൺ ഇൻ ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? സാൾട്ടഡ് റൈസ് വാട്ടർ, നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക. അതുപോലെ ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്. ലൈം ജ്യൂസ് കൊടുക്കുക. എങ്ങനെ? ഷുഗറും അതുപോലെ സാൾട്ടും ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സോൾട്ടഡ് ബട്ടർ മിൽക്കും, ഉപ്പിട്ട സംഭാരം കൊടുക്കുക. കോക്കനട്ട് വാട്ടർ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദ ORS obtained from the public health center should be mixed in boiled and cooled water and given frequently. മാത്രമല്ല നമ്മുടെ എവിടുന്ന് കിട്ടും? ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ORS കിട്ടും. അത് തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആ ഒരു നഷ്ടപ്പെട്ട വെള്ളമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കൂൾ എന്താണ്? ക്ലീൻ ആയിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടും പരിസരവും മാത്രമല്ല നമുക്ക് ക്ലീൻ ആക്കേണ്ടത്, നമ്മുടെ സ്കൂളും കൂടെ ക്ലീൻ ആക്കണം അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇതൊക്കെ എങ്ങനെയാണ്? ക്ലീൻ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ അവിടെ ടിക്ക് ഇട്ട് കൊടുക്കാം. വേസ്റ്റ് ഈസ് നോട്ട് ബിൽഡ് അപ്പ്. എന്താണ്? വേസ്റ്റ് ചപ്പ് ചേറുകളൊന്നും എവിടെയും ബിൽഡപ്പ് ആയിട്ട് കൂടി കിടക്കുന്നില്ല. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. വേസ്റ്റ് വെള്ളം കിടക്കുന്നില്ല. നോ പ്ലാസ്റ്റിക് വേസ്റ്റ്.
പിൻസ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റ് വാട്ടർ. മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കാനുള്ള ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പിൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടിക്കിട്ട് കൊടുക്കാം. ദർ ആർ നോ കൗബേർഡ്സ് വേസ്റ്റ്. ഇവിടെ ക്ലാസ്സിൽ എന്താണ് ഇങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കാം. മാറാല ചപ്പ് ചവറുകളോ ഒന്നും ഇല്ല എന്നുള്ളത്. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് അതർ ആർ നോട്ട് ഡസ്റ്റി. ചാർട്ടുകൾ അതുപോലെയുള്ള പഠനോപകരണങ്ങളൊന്നും പൊടി പിടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കുക. ദർ ആർ പിൻസ് ഫോർ സോർട്ടിംഗ് ഡെപ്പോസിറ്റ് വേസ്റ്റ് ഒക്കെ ഇടാനുള്ള പിൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി കിച്ചണിൽ പോയിട്ട് നോക്കുക. ദ യൂട്ടൻസിൽസ് ആർ ക്ലീൻ ആണോ എന്ന് നോക്കുക. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. ഫുഡ് വേസ്റ്റ് ഈസ് നോട്ട് സ്കാറ്റേർഡ് അറൗണ്ട്. അതുപോലെ സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റിൽ പോയിട്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നോക്കുക. ദർ ഈസ് എ സഫിഷ്യൻറ്റ് വാട്ടർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് നിങ്ങളുടെ സ്കൂളിൽ ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. Then, what other aspects can be added in the table for observing other places in the school like a playground, പ്ലേസസ് ഫോർ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഗാർഡൻ. അത് നിങ്ങളുടെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണോ ക്ലീൻ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് കണ്ടെത്തുക. എങ്ങനെയാണ് ക്ലീൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. വിച്ച് പ്ലേസസ് ഇൻ അവർ സ്കൂൾ ഹാവ് ദ വേസ്റ്റ് ഡെപ്പോസിറ്റഡ് മോസ്റ്റ്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സ്കൂളിൻ്റെ എന്ത് ചെയ്യുക, ഒരു സ്കെച്ച് വരച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത് എവിടെയാണ്, കുറഞ്ഞ വേസ്റ്റ് ഉള്ളത് എവിടെയാണ് എന്നുള്ളത് ഓരോ നിറങ്ങളിലായിട്ട് കൊടുക്കുക. ഇപ്പോൾ ചുവപ്പ് നിറത്തിൽ എന്താ പറയുക മാലിന്യമുള്ള സ്ഥലത്തിന് കുറഞ്ഞതിനുള്ളിൽ മഞ്ഞ കൊടുക്കുക. അതുപോലെ വൃത്തിയുള്ളതിന് ഗ്രീൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ലെറ്റ് us sort വേസ്റ്റ്. അടുത്തത് വേസ്റ്റിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. യു ഹാവ് സീൻ പിൻസ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റ് വേസ്റ്റ് ഇൻ ദ സ്കൂൾ ഹാവൻ യു. നിങ്ങളുടെ സ്കൂളിൽ താഴെ കാണുന്ന പോലെ ഇതുപോലെ വേസ്റ്റ് ഡസ്റ്റ്ബിനും കണ്ടിട്ടുണ്ടോ? ഇത് എന്തൊക്കെയാണ്? ഒന്ന് ഇൻഓർഗാനിക് വേസ്റ്റ്, മറ്റൊന്ന് ഓർഗാനിക് വേസ്റ്റ്, മറ്റൊന്ന് ഹസാർഡസ് വേസ്റ്റ് ആണ് നമ്മൾ ഇടാറുള്ളത്. വൈ ക്യാൻ വി കളക്ട് ഓൾ ദ വേസ്റ്റ് ഇൻ എ സിംഗിൾ ബിൻ? എന്തുകൊണ്ടാണ് സിംഗിൾ ബിന്നിൽ ഇതെല്ലാം കൂടി വേസ്റ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? ദർ ഈസ് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസ് ഇൻ സോയിൽ ആൻഡ് വാട്ടർ ദാറ്റ് ഡസ് നോട്ട്. അപ്പോൾ മണ്ണിൽ ചിലതെന്താണ് ഡീകമ്പോസ് ചെയ്യുന്നതുണ്ട്, കമ്പോസ് ചെയ്യാത്തതുണ്ട്. സോ വേസ്റ്റ് ആർ ഡീകമ്പോസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് എക്സെട്ര ആർ കോൾഡ് ഓർഗാനിക് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ആർ കോൾഡ് ഇൻഓർഗാനിക് വേസ്റ്റ്. അപ്പോൾ ചില വേസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ, ഇതൊക്കെ നമുക്ക് മണ്ണിൽ അലിഞ്ഞു ചേരും അല്ലേ. ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ് പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, എക്സ്പയർഡ് മെഡിസിൻസ് ആർ ഹസാർഡിയസ് വേസ്റ്റ്. ഇനി ചിലതെന്താണ്, നമുക്ക് ബൾബുകൾ, മരുന്നുകൾ, ഇലക്ട്രോണിക്കിൻ്റെ സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗശൂന്യമായതാണ്. ഇതൊക്കെ എന്താണ്, വളരെ അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഹസാർഡിയസ് വേസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. കൺവേർട്ടിങ് ഫുഡ് വേസ്റ്റ് ഇൻ ടു മാനുവർ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്കൂളിലും വീട്ടിലും അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് കമ്പോസ്റ്റ് പിറ്റ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് സ്ക്രാപ്സ് ഇൻ എ പിറ്റ് ആൻഡ് കവർ ഇറ്റ് വിത്ത് സോയിൽ. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ട് ഇൻ ടു മാനുവർ ഇൻ 3 to 4 months ടൈം. അപ്പോൾ പഴം, പച്ചക്കറികൾ, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ജൈവ വസ്തുക്കളാണല്ലേ. ഇതൊക്കെ ഒരു മണ്ണിൽ നിക്ഷേപിച്ചിട്ട് മണ്ണിട്ട് മൂടുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഇത് എന്തായിട്ട് മാറും, ഒരു മാനുവറായിട്ട് മാറും. അത് നിങ്ങളുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. എന്താണ്, പ്ലാസ്റ്റിക് നിങ്ങൾ എറിയരുത്, അതുപോലെ തന്നെ കത്തിക്കുകയും ചെയ്യരുത്. ഹേ കം ഓൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺ, വി കാൺട്ട് ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ എന്ത്, പ്ലാസ്റ്റിക് ഒന്നും നമ്മളിങ്ങനെ എറിയരുത് എന്നുള്ളത് പഠിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. വൈ ഡു വി സേ ദാറ്റ് വി കനോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് എറിയരുത് എന്ന് പറയുന്നത്, വലിച്ചെറിയരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഡു നോട്ട് കമ്പോസ്റ്റ് ഓർ ഡിസോൾവ് ഇൻ സോയിൽ. സോയിൽ എന്താണ്, അത് വിഘടിക്കുകയോ അതുപോലെ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ഒന്നും ചെയ്യില്ല. ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ലെഫ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്, ദ വാട്ടർ വിൽ നോട്ട് ഗോ ഡൗൺ ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വാട്ടർ താഴേക്ക് പോവില്ല. അപ്പോൾ അത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഇറങ്ങാത്തൊരവസ്ഥയും വരും. ദ roofs of
പ്ലാനറ്റ്സ് ഡു നോട്ട് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. മാത്രമല്ല ഈ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ റൂട്ട്സ് ഒന്നും താഴേക്ക് ഡീപ്പായിട്ട് വളരില്ല. വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്. വാട്ടർ ബോഡീസ് ഒക്കെ പൊല്യൂട്ട് ആവും. പ്രൊഡ്യൂസിങ് ദ അക്വാറ്റിക് ലൈഫ് ഒക്കെ നാശനഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് ഡു യു ഫൈൻഡ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നമുക്ക് എന്താ വേണ്ടി കാണാൻ വേണ്ടി പറ്റുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുന്നതാണ് കാരണം അതിൽ നിന്നും പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. Then, what are the problems created by burning plastic? പ്ലാസ്റ്റിക് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? അതിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽസ് ഇൻ അവർ ലീവ്സ്. നമ്മുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു മെറ്റീരിയൽസ് ആണ് എന്ത് പറയുന്നത്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോൺ അവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ഓർ ബേൺ ഇറ്റ് ക്യാൻ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് വലിച്ചെറിയാണ് അല്ലെങ്കിൽ നമ്മൾ ബേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. The use of single-use plastic bags and plastic bottles should be minimized. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്യാരി ബാഗുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗം പരമാവധി റെഡ്യൂസ് ചെയ്യണം, നമ്മൾ കുറക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ അവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ബട്ട് ഷുഡ് ബി സോർട്ട് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദ ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സംസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ നമ്മൾ കൈമാറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് അസസ് എന്നുള്ള പ്രവർത്തനം നോക്കാം. സോർട്ട് ദ ഒബ്ജക്ട്സ് മെൻഷൻ ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. ഇവിടെ താഴെ ഒരുപാട് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഓർഗാനിക് വേസ്റ്റിൽ വരുന്നത് PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്. ഓർഗാനിക് വേസ്റ്റിൽ വരുന്നത് ബനാന, വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്. ഇനി ഹസാർഡിയസ് വേസ്റ്റിൽ വരുന്നത് പെസ്റ്റിസൈഡ്, ബോട്ടിൽസ്, ബൾബ്സ്, മെഡിസിൻസ്. ഇത്രയുമാണ് വരുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ ടേബിൾ ടു നോ വെദർ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ആർ ക്ലീൻ. നിങ്ങളുടെ വീടും അതുപോലെ പരിസരവും ക്ലീൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടേബിൾ ഉണ്ടാക്കുക. റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ്പ് അവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. എന്നിട്ട് അതിൽ നിന്നും നിങ്ങളുടെ വീടും പരിസരവും ക്ലീൻ ആക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ. ആ ടേബിളിലെ ഇൻഫർമേഷൻസ് അനുസരിച്ച് വേണം നിങ്ങൾ അതിനുള്ള പ്രിക്വേഷൻസ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. പാർട്ട് 2 ഓരോ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.